ശ്രീ ഗുരുവായൂരപ്പൻ നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹം വന്യ മേഖലകളിൽ ഇടപെടുന്ന വ്യക്തി കൂടിയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ, ഈ നിർദ്ദിഷ്ട വനം നിയമ ഭേദഗതി നിലവിൽ 1961 വന നിയമമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. ആ നിയമത്തിൽ ചില ഭേദഗതികളാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് പ്രധാനമായും പറയുന്നത് ഈ വനപാലകർക്ക് കൂടുതൽ അധികാരം നൽകുന്നതാണ്. കൂടുതൽ നിയമ പിന്തുണ നൽകുന്ന നിയമ ഭേദഗതി ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അത് സ്വാഭാവികമായും അത് എതിർപ്പിന് ഇടവെക്കുന്നതിന് കാരണം ഇതിനകം തന്നെ ഈ വന അതിർത്തികളിൽ കർഷകരും വനപാലകരും തമ്മിൽ നിരവധി സംഘർഷങ്ങളുണ്ട്. കാരണം ഈ പലപ്പോഴും കർഷകരെ അനാവശ്യ ദ്രോഹിക്കുന്നു വനപാലകർ തുടങ്ങിയ ആക്ഷേപങ്ങളുണ്ട്. അതേസമയം സർക്കാരിൻ്റെ മറുവാദം ഇങ്ങനെയാണ്: ഇത് വനസംരക്ഷണത്തിന് കൂടുതൽ ആർജവം നൽകുന്ന നിയമമാണ്, അത് നിലവിലുള്ള നിയമത്തിൻ്റെ പഴുതുകൾ അല്ലെങ്കിൽ നിലവിലുള്ള നിയമത്തിൻ്റെ പോരായ്മകൾ പരിഹരിച്ചുള്ളതെന്നാണ്. താങ്കൾ ഇതിനെ നിരീക്ഷിക്കുമ്പോൾ ഈ വന നിയമ ഭേദഗതി അത് പ്രായോഗികമാണോ? എന്താ ഇക്കാര്യങ്ങൾ താങ്കൾ പഠിച്ചിട്ടുണ്ടോ? ഞാൻ ഇപ്പോൾ മന്ത്രിയുടെ ഒരു പത്രസമ്മേളനത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് കണ്ടത്. ബാക്കി ഞാൻ കൂടുതൽ ഇതിലേക്ക് നോക്കിയിട്ടില്ല. എങ്കിലും മനസ്സിലാക്കിയിടത്തോളം വനനിയമ ഭേദഗതി ശരിക്കും പറഞ്ഞാൽ കർഷകർക്കും കൂടെ അനുകൂലമാവുന്ന രീതിക്ക് ആയിരിക്കും വരുന്നുണ്ടാവുക. പ്രത്യേകിച്ച് വന അതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾ കൂടുതലും കർഷകരായതുകൊണ്ട് തന്നെ അവരുടെ നിലനിൽപ്പിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ എങ്ങനെയാണ് വന നിയമത്തെ ചിട്ടപ്പെടുത്തുക എന്നുള്ള രീതിക്കാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നുണ്ടാവുക. അതിലൊന്നാണ് ഈ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വനസംരക്ഷണം കാര്യക്ഷമമാക്കുന്ന ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളോ വനസംരക്ഷണ സമിതികളോ ഒക്കെ. പക്ഷെ ജനം പലപ്പോഴും അതിനെ കാണുന്നത് ഈ കർഷക ദ്രോഹം എന്നുള്ള നിലയ്ക്കാണ്. പൊതുവെ അതൊരു ഒരു ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് പോലെ അത് മൊത്തത്തിൽ നമ്മൾ മനസ്സിലൊക്കെ ഒരു രോഗം പോലെ പടർന്നിരിക്കുകയാണ്. വനം വകുപ്പ് ജനങ്ങൾക്കെതിരാണ് എന്നുള്ള ആ ഒരു തോന്നൽ സൃഷ്ടിക്കുന്ന രീതിക്ക് ഒരു പ്രത്യേക സംഘം ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ജനങ്ങളെയും വനത്തിനെയും രണ്ട് ചേരിയിലാക്കാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തില് ഈ വനം എന്നുള്ളത് ജനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണെന്നുള്ള ഒരു പൊതുബോധം നമ്മളിൽ എവിടെ നിന്നൊക്കെയോ അകന്ന് പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിനെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുന്ന രീതിക്കുള്ള നയരൂപീകരണമാണ് ഇപ്പോ ഈ ഇതിന്റെ പരിഷ്കരണത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അധികാരങ്ങൾ കൂടുതൽ കൊടുക്കുന്ന സമയത്ത്, അതായത് ഇപ്പൊ താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ളതിന് പകരം പെർമനന്റ് ആയിട്ട് തന്നെയുള്ള ആളുകൾ, അവരുടെ ജോലി കുറച്ചുകൂടെ കർശനമാക്കി ചെയ്യാനുള്ള വ്യവസ്ഥകൾ, അവർക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുത്തുണ്ട്. അതായത് വന നിയമം നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ വന സംരക്ഷണം നടപ്പിലാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാല്, ഇപ്പൊ നാട്ടിൽ മൃഗങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാല് ആ വനം വകുപ്പ് അധികാരികൾ തന്നെ അതിനെ ഉപദ്രവിക്കുന്ന തലത്തിലേക്ക് നാട്ടുകാരുടെ സമ്മർദ്ദം ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ പോവാതെ വന നിയമങ്ങൾ, അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ചെയ്യേണ്ട പ്രവർത്തനങ്ങള് ജനങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ചെയ്യാതാക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ എത്രത്തോളം അരാജകത്വം ഉണ്ടാകുമോ അതുപോലെ തന്നെ വന നിയമങ്ങൾ നടപ്പിലാക്കുന്ന സമയത്ത് നടപ്പിലാക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് ആക്കുന്ന സമയത്ത് കൂടുതൽ പ്രക്ഷുബ്ധമായിട്ട് രംഗങ്ങൾ സമൂഹം അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തിൽ വരാത്ത രീതിക്ക് വന നിയമങ്ങളെ കൂടുതൽ ജനകീയമാക്കാൻ കൂടെയാണ് ഈ പരിഷ്കരണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അത് ജനങ്ങൾക്കോ കർഷകർക്കോ എതിരല്ല, ജനങ്ങൾക്കും കർഷകർക്കും കൂടുതൽ ഗുണമുള്ളതായി മാറും ഭാവിയിൽ. ഇത് കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ആ നിലയ്ക്ക് ഇത് വരുള്ളൂ. അല്ലാതെ രണ്ടും രണ്ടാക്കി തിരിക്കുന്ന രീതിക്കല്ല. പക്ഷെ രണ്ടാക്കി തിരിക്കുന്നു എന്നുള്ള ധ്വനി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചില സംഘടനകൾ കർഷകരുടെ ഭാഗത്തു നിന്നും, കർഷകർ എന്ന് പറയാൻ പറ്റില്ല, ഇത് ചില നിശ്ചിത താല്പര്യക്കാരായുള്ള കർഷകരുടെ സംഘങ്ങൾ എന്ന് പറയുന്ന ചില ഗ്രൂപ്പുകളുണ്ട്. അത് ഏതാനും കുറച്ച് ചില ഗ്രൂപ്പുകളുണ്ട്. അത് ഒരുപക്ഷെ ഈ കയ്യേറ്റം നടത്തുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കുടിയേറി കാലങ്ങളായിട്ട് അവിടെ വനത്തെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിശ്ചിത താല്പര്യക്കാരായിട്ടുള്ള കുറച്ച് ആളുകളുടെ ഒരു കൂട്ടം മാത്രമാണ് ഇതിനെ എതിർക്കുന്നത്. കാരണം അവരുടെ വാക്കുകളും വാർത്തകളും ഒക്കെയാണ് കൂടുതൽ പത്രത്തിന്റെ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്കെന്തോ ഒരു അമിത പ്രാധാന്യം ഉണ്ട് എന്നുള്ള ഒരു ധ്വനി മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ പൊതുവെ കർഷകർക്കും ഈ മേഖല പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ പറയാണ്, ഈ പരിസരവാസികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും അതേസമയം വനം കൊണ്ട് ഇവരുടെ കൂടുതൽ മെച്ചപ്പെട്ട തൊഴിലവസരം ഉണ്ടാക്കുന്നതിനും ആണ് വന നിയമങ്ങൾ എന്നും ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ പണ്ടത്തെ വന നിയമങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ജനങ്ങളെയും വനത്തിനെയും രണ്ടും രണ്ട് തട്ടിലാക്കി കാണുക, കാട്ടിൽ കയറി കഴിഞ്ഞാൽ ഉടനെ നിയമ നടപടി എടുക്കുക, ശിക്ഷിക്കുക എന്നുള്ള നിലയ്ക്കായിരുന്നു. പക്ഷെ അതിന്ന്
വളരെ വലിയ രീതിക്കുള്ള നയമാറ്റം 1987 നിയമത്തിൽ തന്നെ മാറ്റം വന്നു. 92 വന്നപ്പോൾ കുറച്ചുകൂടെ ലൂസായി. പിന്നെ 97, 98 വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ അയഞ്ഞു. അങ്ങനെയാണ് വനസംരക്ഷണ സമിതികളും ഒക്കെ ഉണ്ടായത്. ശരി, എന്തായാലും വളരെ നന്ദി ശ്രീ ഗുരുവായൂരപ്പൻ പ്രതികരിച്ചതിന്. അലക്സ് ഒഴുകിയിലുണ്ട് നമുക്കിപ്പോൾ കിഫ. ശ്രീ അലക്സ് ഒഴുകിയിൽ, നിർദ്ദിഷ്ട വനം ഭേദഗതി, നിയമ ഭേദഗതി, അത് ഇടതു മുന്നണിക്കകത്ത് എതിർപ്പുണ്ട്. അതാണ് കേരള കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. താങ്കളൊക്കെ മുമ്പ് ഈ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളതാണ്. പുതിയ നിയമ ഭേദഗതി വിഷയത്തിൽ നിങ്ങളൊക്കെ എടുക്കുന്ന നിലപാട് എന്താണ്? ഈ നിയമ ഭേദഗതി നടപ്പിലാവണം? ഇല്ല, ഒരു കാരണവശാലും ഈ നിയമ ഭേദഗതി. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഇല്ല, ഈ നിയമ ഭേദഗതിക്ക് പൂർണ്ണമായി ഞങ്ങൾ എതിരാണ്. ഞങ്ങൾ ഈ വിഷയത്തിൽ വളരെ വലിയ പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ വെച്ച് ഫ്രീഡം മാർച്ച് എന്ന പേരിലൊരു സമര പരമ്പര ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ ഈ വിഷയത്തിൽ 140 MLA-മാർക്കുമുള്ള തുറന്ന കത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഇപ്പൊ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം എന്നുള്ളതാണ് പൊതുവെ ആളുകൾ ആശങ്ക ഉണർത്തുന്ന കാര്യങ്ങൾ. പക്ഷെ അതല്ലാതെ വളരെ ഗുരുതരമായ രീതിയിൽ കരി നിയമമായി മാറാൻ പറ്റുന്ന നിരവധി സെക്ഷനുകൾ ഇതിനകത്തുണ്ട്. ഞാനത് വളരെ ചുരുക്കി എന്ന് പറയാം. ഒന്നാമതായിട്ട് സെക്ഷൻ 2C ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നിർവചനം എന്നതിൽ ട്രൈബൽ വാച്ചറേയും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ PSC വഴി പരീക്ഷ എഴുതി ട്രെയിനിങ് കഴിഞ്ഞവരുടെ ആളുകളാണ്. അവരെ ഫോറസ്റ്റ് ഓഫീസർമാരെന്ന് വിളിക്കാം, പറ്റില്ല. പക്ഷേ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ബിനാമികളായവരെയും താല്പര്യക്കാരെയും മാത്രം ദിവസവേതന കൂലിക്ക് വിളിച്ചു വരുത്തുന്ന ട്രൈബൽ വാച്ചർ അല്ലെങ്കിൽ വാച്ചർ എന്നിവരെ കൂടി ഫോറസ്റ്റ് ഓഫീസർമാരെ നിർവഹിച്ചുകൊണ്ട് അവർക്ക് അനിയന്ത്രിത അധികാരം നൽകുന്ന ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല. അത് ആ നിയമപരിധി മാറ്റിയേ പറ്റൂ. രണ്ടാമത്തെ കാര്യം, ഈ സെക്ഷൻ 52 പ്രകാരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്കടക്കം, അതായത് ഏറ്റവും താഴെ തരത്തിലുള്ള ഫോറസ്റ്റ് ഓഫീസറാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ. നമ്മുടെ പോലീസിലെ കോൺസ്റ്റബിളിന് തുല്യമായ ആളുകളാണ്. അവർക്കടക്കം വാറണ്ടില്ലാതെ ആരുടെ വീട്ടിലും കയറി പരിശോധിക്കാനോ കെട്ടിടം പരിശോധിക്കാനോ വണ്ടികൾ പരിശോധിക്കാനോ അധികാരം നൽകുന്നു. അത് അപകടം, അത് അനുവദിക്കാൻ സാധ്യമല്ല. അത് DFO അല്ലെങ്കിൽ ACF റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥരുടെ വാറണ്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വീട് പരിശോധനയോ വാഹന പരിശോധന അനുവദിക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ 63 ഇതാണ് ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ള ഒരു വ്യവസ്ഥ. 63 വാറണ്ടില്ലാതെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെയും അറസ്റ്റ് ചെയ്യാൻ അധികാരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ മുകളിലേക്ക് നൽകുകയാണ്. അത് സാധ്യമല്ല. ഫോറസ്റ്റ് നമ്മുടെ വൈൽഡ്ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പോലും നമ്മുടെ ACF അബോവാണ്. ACF നമ്മുടെ നാട്ടിലെ DFO അല്ലെങ്കിൽ ACF-ന്റെ മുകളിലുള്ള ആളുകളുടെ വാറണ്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സെർച്ചോ പരിശോധനയോ മറ്റു കാര്യങ്ങളോ സാധ്യമാവൂ. ആ സാഹചര്യത്തിലാണ് ഇവിടെ ഏറ്റവും താഴെ തരത്തിലുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്കടക്കം ഒരു കാരണവുമില്ലാതെ ആളുകളെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള ഭേദഗതി വന്നിരിക്കുന്നു. അത് അനുവദിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ 63(2) പ്രകാരം, അതായത് ഔദ്യോഗിക കൃത്രിമ പ്രകടനം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് ആരെയും അറസ്റ്റ് ചെയ്യാൻ അധികാരം ഫോറസ്റ്റുകാർക്ക് നൽകിയിരിക്കുകയാണ്. നിലവിൽ പോലീസിന് മാത്രമുള്ള അധികാരമാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഇപ്പോൾ ഫോറസ്റ്റുകാരെ തടഞ്ഞു വെക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ എന്റെ പറമ്പിൽ കയറി ആനയെ നിങ്ങൾ എന്തുകൊണ്ട് ഓടിച്ചില്ല എന്നൊരു സാധാരണക്കാരൻ ഒരു ഫോറസ്റ്റുകാരനോട് ചോദിച്ചാൽ അതിന്റെ ഔദ്യോഗിക കൃത്രിമത്തെ തടസ്സപ്പെടുത്തലാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമാണ് ഈ നിയമ ഭേദഗതി ഫോറസ്റ്റുകാർക്ക് നൽകുന്നത്. അതെങ്ങനെയാണ് ജനോപകാരപ്രദമാകുന്നത്? എനിക്ക് തൊട്ടുമുമ്പ് സംസാരിച്ച ഗുരുവായൂരപ്പൻ പറഞ്ഞല്ലോ, സംഗതി അരികുവാസികളെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഒരു നിയമ ഭേദഗതിയാണെന്നത്. എങ്ങനെയാണ് ഈ ഒരു വകുപ്പ് പ്രകാരം ഫോറസ്റ്റുകാരോ എന്ത് ചോദിച്ചാലും അറസ്റ്റ് ചെയ്യാൻ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജനോപകാരപ്രദമാവുന്നത്? അതുപോലെ തന്നെ അത് പോലീസിന്റെ, അതായത് ഈ ക്രമസമാധാന പാലനത്തിൽ പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അതിൽ മൾട്ടിപ്പിൾ ഏജൻസീസ് വരുന്നത്, അത് പ്രത്യേകിച്ച് ഇത്രയധികം മോശം ട്രാക്ക് റെക്കോർഡുള്ള വനംവകുപ്പിലുള്ളവർക്കും ക്രമസമാധാന പാലനത്തിനുള്ള അധികാരം നൽകുന്നത് പോലീസിന്റെ മനോവീര്യം തകർക്കുന്നതിനും വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാവും. അതുകൊണ്ട് അത് എടുത്ത് കളഞ്ഞേ പറ്റൂ. അതുപോലെ തന്നെ 63(3) പറയുന്നു, ഇപ്പൊ നിലവിലെ നിയമപ്രകാരം ഫോറസ്റ്റുകാർ ഒരാൾ അറസ്റ്റ് ചെയ്താൽ അയാൾ എത്രയും പെട്ടെന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയോ അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം. ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ സാധ്യമല്ല. ഈ ഭേദഗതി പ്രകാരം ഫോറസ്റ്റുകാർക്ക് അറസ്റ്റ് ചെയ്യുന്ന ആളുകളെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് ഇടിച്ച് മർദ്ദിക്കാനുള്ള ലൈസൻസ് നൽകുകയാണ് 63(3). ആ ഭേദഗതി റദ്ദ് ചെയ്യണം. അത് പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയോ ഇത് മാത്രമേ ഫോറസ്റ്റുകാർ അറസ്റ്റ് ചെയ്ത ആളെ കൊണ്ടുപോകാൻ പാടുള്ളൂ. അതുപോലെ 63(4) പ്രകാരം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ നിയമപ്രകാരമുള്ള അറസ്റ്റിൽ BNSS ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2021 പ്രകാരമുള്ള പ്രോട്ടോകോൾ പാലിക്കണമെന്ന് പറയുന്നുണ്ട്. BNSS-ൽ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം അത് കോഗ്നിസബിൾ ഒഫൻസിൽ മാത്രമേ പോലീസിനുള്ളൂ. കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ശരാശരി 3 വർഷം അതിൽ കൂടുതലോ ശിക്ഷ കിട്ടുന്ന കുറ്റങ്ങളാണ് കോഗ്നിസബിൾ ഒഫൻസ്. പക്ഷേ ഈ നിയമത്തിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 63(2) കോഗ്നിസബിൾ ആണോ നോൺ കോഗ്നിസബിൾ ആണോ നോക്കാതെ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് ഏത് കേസിലും അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫോറസ്റ്റിനകത്തേക്ക് അവിടുത്തെ കയറി പോയി കഴിഞ്ഞാലും അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭേദഗതിയാണ് വന്നിരിക്കുന്നത്. അത് സാധ്യമല്ല. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുപോലെ തന്നെ 69(2) പ്രകാരം നമ്മളെ, അതായത് കുറ്റം തെളിയിക്കപ്പെടുന്നവരെ നമ്മളെല്ലാം നിരപരാധികളാണെന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള നിയമ തത്വം. പക്ഷെ 69(2) പറയുന്നു, ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് ഉൽപ്പന്നം
നമ്മൾ കയ്യിൽ വെച്ച് നമ്മൾ അറസ്റ്റ് ചെയ്താൽ അത് നമ്മൾ അനധികൃതമായിട്ട് ഇല്ലീഗലായിട്ട് നമ്മൾ കയ്യിൽ വെച്ചതാണ് എന്ന് പ്രസ്യൂം ചെയ്യാമെന്നും അത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കേണ്ടത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ ഉത്തരവാദിത്വമാണ് എന്നും 69(2) പറഞ്ഞിരിക്കുന്നു. അതെങ്ങനെയാണ് അത് അടിസ്ഥാന നിയമതത്വങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ ഈ അലക്സ് ഒഴുകിൽ ഈ വനമന്ത്രി അല്പസമയം മുമ്പ് പ്രതികരിച്ചത് ഇത് പ്രായോഗിക നിർദ്ദേശങ്ങൾ തന്നെയാണ്, അതല്ലെങ്കിൽ അല്പം നിരവധി പോരായ്മകളുള്ള നിലവിലുള്ള വന നിയമത്തിന്റെ ആ പോരായ്മകൾ പരിഹരിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഉള്ളതെന്നാണ്. അതിൽ മുൻവിധികളോടെ സമീപിക്കുന്നു, കടുത്ത നിലപാടുകളാണ് വനം മന്ത്രി ഈ പ്രതിഷേധം എടുക്കുന്നവർക്കെതിരെ സ്വീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാർ ഈ സംവിധാനവുമായി നിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോയാൽ നിങ്ങൾ എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്ന ചോദ്യമുണ്ട്. വളരെ വലിയ സമരങ്ങൾ ഉണ്ടാവും. വനമന്ത്രിയെ സംബന്ധിച്ച് അയാളുടെ കസേര രക്ഷിക്കുക, അയാൾ നാളെ മന്ത്രിയായിരിക്കുമോ നാളെ നേരം കൊടുക്കുമ്പോൾ മന്ത്രിയാവും നടക്കില്ല എന്നുള്ള വനമന്ത്രി അദ്ദേഹത്തിന് കസേര രക്ഷിക്കാനുള്ള കസേരകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഞാനിപ്പോ പറഞ്ഞ സെക്ഷൻസ് നിങ്ങൾ നോക്കുക, ഇതിൽ എവിടെയാണ് ജനോപകാരപ്രദമായ സെക്ഷൻ ഉള്ളത്? ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ തിരികെ വരാം. ഡീൻ കുര്യാക്കോസ് ഇടുക്കി MP നമുക്കൊപ്പമുണ്ട്. ശ്രീ ഡീൻ കുര്യാക്കോസ്, സർക്കാർ വന നിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോകുമെന്ന സൂചനയുണ്ട്. വനം മന്ത്രി ഇതിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ തള്ളിക്കളയുന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ചർച്ചയാവുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന മേഖലകളിലടക്കം വളരെയധികം ഒരുപക്ഷെ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുന്ന മേഖലകളാണ്. എന്താണ് കോൺഗ്രസും താങ്കളും ഈ വന നിയമ ഭേദഗതിയെ കാണുന്നത് എങ്ങനെയാണ്? ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപിതമായ നയം ഈ നാട് മുഴുവൻ വനമാക്കുക എന്നുള്ളത്. അവരുടെ ഓരോ ചെയ്തികളും അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോ വനംവകുപ്പിന്റെ വാർഷിക റിപ്പോർട്ട് 2016 മുതൽ ശ്രദ്ധിക്കാൻ അറിയാം, പൂർണ്ണമായി കൂടുതൽ മേഖലകളെ വനമാക്കി മാറ്റിക്കൊണ്ടാണ്. ഇപ്പൊ ഈ നിയമം ഭേദഗതി ചെയ്ത് ആളുകളെ മുഴുവൻ കുടിയൊഴിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ജനങ്ങൾ താനെ കുടിയൊഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയാണ് അല്ലെങ്കിൽ തന്നെ വന്യമൃഗങ്ങളെ പേടിച്ച്. ഇപ്പൊ ഇവിടെ വനാതിർത്തികൾ മുഴുവൻ വന്യജീവി ശല്യമുള്ളത് പരിഹരിക്കാൻ യാതൊന്നും ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ ആ ആളുകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിന് വേണ്ടി കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് വനപാലകർക്ക് നൽകിക്കൊണ്ട് അവരെ കൂടുതൽ ശാക്തീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കെതിരായ നയങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫാസിസ്റ്റ് ഇടപെടലാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. അത് പിൻവലിക്കാതെ അവർക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളം കണ്ട ഏറ്റവും വലിയ ശക്തമായ ക്ഷോഭമായ എന്നുള്ള കാര്യം ഒറ്റക്കെട്ടായി ജനങ്ങളോടൊപ്പം അതോടൊപ്പം ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. ഇക്കാര്യത്തിൽ 100% എനിക്ക് ഞാൻ ഒരു കാര്യത്തിൽ തീർച്ചയായും പറയും. ഡീൻ, ഒരു കാര്യം, ഈ വനം മന്ത്രിയുടെ ഇക്കാര്യത്തിലെ നിലപാട് മതമേലധ്യക്ഷന്മാരടക്കം അനാവശ്യമായ പ്രസ്താവനകൾ നടത്തി വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അല്പം കൂടി പക്വത കാട്ടണമെന്ന നിലപാട് വനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇത് സർക്കാരിന്റെ ഒരു പൊതു നിലപാടാണോ? ഇതിനോടൊക്കെയുള്ള നിങ്ങളുടെ പ്രതിരോധം എന്തായിരിക്കും? യെസ്, ഡീനെ ഫോണിൽ കിട്ടുന്നില്ല, ഡീൻ കട്ടായി പോകും. യെസ്, എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ്. ഇടതു മുന്നണിയിൽ തന്നെ ഇത് വലിയ തർക്കമായി തുടരുന്നു എന്നതാണ്.